തൃശ്ശൂരിൽ ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കുകയാണ്. ഇപ്പോൾ ഈ ഉത്രാട നാളിൽ കുമ്മാട്ടിക്ക് തുടക്കമായിരിക്കുകയാണ്. പുതൂർക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് ഈ കുമ്മാട്ടികൾ ആടി തുടങ്ങിയിരിക്കുന്നത്. അതിന് മുന്നിലായി തന്നെ പല വിധത്തിലുള്ള കലാരൂപങ്ങളൊക്കെ തന്നെ അണിനിരത്തിട്ടുണ്ട്. ഈ കുമ്മാട്ടി ദേശം ചുറ്റാൻ ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും ആ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ ഓരോ ദേശങ്ങളും വളരെയധികം ആവേശത്തിൽ തന്നെയാണ് കുമ്മാട്ടികൾ ഓരോരുത്തരായി ആടിത്തുടങ്ങുവാനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പച്ചപ്പർപ്പടക പുല്ലൊക്കെ ചുറ്റിക്കൊണ്ട് ഈ ഓരോ മുഖങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങളാണ് കുമ്മാട്ടികൾക്കുള്ളത്. അത് തന്നെയാണ് ഓരോ ദേശങ്ങളും വാശിയേറിയ ഒരു മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ മുഖങ്ങൾ നിർമ്മിക്കുന്നത്. എന്തായാലും ആ ഒരു ആവേശത്തിൽ തന്നെയാണ്, വളരെയധികം ആവേശം തന്നെയാണ്. ആടിത്തുടങ്ങാവോ? അങ്ങനെയാ രണ്ട് ചോടോ വെച്ചേ കാണണ്ടേ? അതുതന്നെയാണ് വളരെയധികം ആവേശം ഇവിടെയുള്ള ദേശക്കാർക്കുമുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുമ്മാട്ടി മുഖങ്ങൾ, ഈ മുഖങ്ങളൊക്കെ തന്നെ നിർമ്മിക്കുന്നതിന് പിന്നിൽ വളരെ വലിയ അധ്വാനമുണ്ട്. അതോടൊപ്പം തന്നെ ഈ പച്ചപ്പറപ്പടക പുല്ലും പൂമാലയും ഒക്കെ ചുറ്റി ഈ കുമ്മാട്ടികൾ ഓരോരുത്തരായി ദേശം ചുറ്റുന്നു. സാംസ്കാരികതയുടെ ഒരു തനിമ നിറഞ്ഞ ഉത്സവം തന്നെയാണ് ഈ ഓണം തൃശ്ശൂർ ആഘോഷിക്കുന്നത്. പുലികളെയും അതോടൊപ്പം തന്നെ കുമ്മാട്ടികളെയും ഒക്കെയായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് പോലെ കുമ്മാട്ടികളൊക്കെ ഇവിടെ ഈ ചുവട് വയ്ക്കുകയാണ്. അവരൊക്കെ തന്നെ ഈ ദേശക്കാരെയൊക്കെ ആവേശത്തിലാഴ്ത്തിക്കൊണ്ട് ഈ ഒരു ഊര് ചുറ്റുവാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കുമ്മാട്ടികളെ സംബന്ധിച്ചിടത്തോളം വടക്കുന്നാഥന്റെ ഭൂതഗണങ്ങളെന്നാണ് അറിയപ്പെടുക. അത്തരത്തിൽ ഒരു ചരിത്രമുള്ള ഒരു ദേശം കൂടെയാണ് ഈ പുതൂർക്കര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ നിന്നാണ് ഇപ്പോൾ ഉത്രാട നാളിൽ ഈ കുമ്മാട്ടികൾ തുടക്കം കുറിക്കുന്നത്. അത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ മാവേലിയുണ്ട്, അതുപോലെ വാമനൻ, അത്തരത്തിൽ പല രൂപങ്ങൾ ഇവിടെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഓണമൊക്കെ? എങ്ങനെയുണ്ട്? അടിപൊളി, എല്ലാവർക്കും നല്ല ഓണാവട്ടെ. ഇപ്പൊ കുമ്മാട്ടിയോടൊപ്പം ഇറങ്ങിയിരിക്കുകയാണ്. തീർച്ചയായും അത് തന്നെയാണ് മാവേലി പറയുന്നത്. കുമ്മാട്ടിയോടൊപ്പം ഇത്തവണ ഓണം ആഘോഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ വളരെയധികം ആവേശത്തിൽ തന്നെയാണ് ഓരോരുത്തരും. എല്ലാവരും ഈ ഒരു ആഘോഷത്തിൽ പങ്കുചേരാൻ വേണ്ടി ഇവിടെ എത്തിക്കുകയാണ്. എന്തായാലും ഈ കുമ്മാട്ടി ഊര് ചുറ്റുന്നതുമായി ബന്ധപ്പെട്ട ആദ്യ ഘട്ടത്തിൽ, അതായത് വയനാട് ദുരന്തത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ മാറ്റിവെക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ കുമ്മാട്ടി കലാകാരന്മാരും ആദ്യം ഇത്തരത്തിൽ പരാതികളും ഒക്കെയായി മുന്നോട്ട് പോയിരുന്നു. കാരണം കലാകാരന്മാരുടെ ഓരോ വർഷത്തെ കാത്തിരിപ്പാണ്. അത് തന്നെയാണ് ഇപ്രാവശ്യം അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കൃത്യമായും വയനാടിന്റെ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് ഒരു സംഖ്യ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഈ കലാരൂപം നടത്തുകയാണ്. സാംസ്കാരികതയുടെ തനിമ നിറഞ്ഞു തുളുമ്പുന്ന ആഘോഷങ്ങളാണ് കുമ്മാട്ടി കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഓരോ ദേശങ്ങളിലും നടക്കുന്നത്. അതിന്റെ സംഘാടകരൊക്കെ തന്നെ വളരെയധികം ആവേശത്തിലായിരുന്നു. ഓരോ ദേശങ്ങളിലേക്ക് എത്തുമ്പോഴും വളരെയധികം ആവേശത്തിൽ തന്നെയാണ്. എന്തായാലും വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായെങ്കിലും നമുക്ക് കുമ്മാട്ടി നടത്തുവാൻ വേണ്ടി സാധിച്ചു. തീർച്ചയായിട്ടും എല്ലാവരും 48 സമിതി തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും നല്ല നടത്തുന്നുണ്ട്. കലാകാരന്മാർ ഹാപ്പിയാണ് ഓണായിട്ട്. എല്ലാവർക്കും പ്രോഗ്രാമായി. ഈ ഒരു ഉത്രാട ദിനത്തിൽ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും 27ാമത്തെ വർഷമാണ് നമ്മളിവിടെ ഉത്രാടത്തിന് കുമ്മാട്ടീനെ ഘോഷയാത്രയാക്കിയത് നമ്മളാണ് ആദ്യമായിട്ട്. ഈ ഉത്രാട ദിനത്തിൽ ഒറ്റ കുമ്മാട്ടി ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ മാത്രം. ഇപ്പൊ 4 സെറ്റായി. ഇപ്പോൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരു തുക അങ്ങോട്ടേക്ക് മാറ്റിവെക്കാമെന്നൊക്കെ ആ ഒരു തീരുമാനത്തിലൊക്കെ എത്തിയിരുന്നല്ലോ. തീർച്ചയായിട്ടും നമ്മൾ 48 സമിതിയും ഇത് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു വിഹിതം എടുത്തിട്ട് വയനാട് കൊടുക്കുന്നുണ്ട്. അതുതന്നെയാണ് അത്തരത്തിൽ സംഘാടകരും ആവേശത്തിലും അതുപോലെ തന്നെ ഇതൊക്കെ സംഘടിപ്പിക്കാൻ സാധിച്ച ഒരു സന്തോഷത്തിലുമാണ്. ഇവിടെ നിരവധി ജനങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാ വർഷവും കുമ്മാട്ടിയോടൊപ്പം ഇവിടെ എത്തും. ഇവിടെ എല്ലാ പരിപാടിയും കഴിയുന്നവരെ ഞങ്ങളിവിടെ ഉണ്ടാവാറുണ്ട്. ഓണമൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി.
തീർച്ചയായും ഓണാഘോഷം അങ്ങനെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആവേശമാണ്. ഈ തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള ഓണാഘോഷങ്ങളുണ്ട്. അതോടൊപ്പം സാംസ്കാരികതയുടെ ഓരോ ഉത്സവങ്ങളും ഓരോ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. പുലികളിയായാലും കുമ്മാട്ടിയായാലും അതൊക്കെ തന്നെ ഓരോ ദേശക്കാർക്കും വളരെയധികം ആവേശവും സന്തോഷവും നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും ഈ ഒരു ആഘോഷത്തിൽ എല്ലാവരും പങ്കാളികളാവുകയാണ്. ക്യാമറമാൻ ബിപിൻ ഗോചർക്കൊപ്പം എം മനോജ്, ജനം, തൃശ്ശൂർ.